മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നരേന്ദ്രമോദി ലോക നേതാവാണ് എന്ന് നമ്മുടെ ചാനലിലൂടെയൊക്കെ നമ്മൾ നിരന്തരം വിളിച്ചു പറയുമ്പോൾ ഒരുപാട് സകല കേരളത്തിലെ മോദി വിരുദ്ധരും അതിനെയൊക്കെ പുച്ഛിച്ച് തോന്നിയതുപോലെ വിളിച്ചു പറയാറുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, അതേടാ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാവ് തന്നെയാണ്. അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള മറ്റൊരു തെളിവ് നിങ്ങൾ കണ്ടോ? യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ്, യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് ഒക്കെ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിലേക്ക്, നമ്മുടെ ഭാരത മണ്ണിലേക്ക് എത്തിയത് നിങ്ങൾ കണ്ടില്ലേ? ഈ ഭാരതത്തിലേക്ക് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ വരുന്നതിന്റെ തൊട്ടു മുമ്പ് അവരുടെ എക്സിൽ അവരൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യാപാര കരാറിന്റെ അമ്മയുടെ അടുത്തേക്ക്, ഡൽഹിയിലേക്ക്, ഇന്ത്യയിലേക്ക് ഞാൻ എത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് 27 രാജ്യങ്ങളുടെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റാ ലോകത്തോടാ പ്രഖ്യാപിച്ചത്. വ്യാപാര കരാറിന്റെ അമ്മയുടെ അടുത്തേക്ക് ലോകം ഉറ്റുനോക്കുക നമ്മുടെ ഭാരതത്തിലേക്ക്. ഇവിടെ കുറെ ആളുകളുണ്ട്, നരേന്ദ്രമോദിക്ക് അങ്ങനെയില്ല, ഇത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇംഗ്ലീഷ് അറിയോ, എന്തൊക്കെ പുകിലിവിടെ, എന്തൊക്കെ തോന്നിയതുപോലെ ഈ നരേന്ദ്രമോദിക്കെതിരെ ഇവിടെ മോദി വിരുദ്ധര് പച്ചക്കള്ളം പ്രചരിപ്പിക്കാറുള്ളത്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, ലോകം ഉറ്റുനോക്കുന്നൊരു വ്യാപാര കരാറ്, ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറ് നമ്മുടെ ഭാരത മണ്ണിൽ നടക്കാൻ പോവുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറ്, 200 കോടി ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന വ്യാപാര കരാറ നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റും യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റും നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ലോകത്തിന്റെ GDP-യുടെ 25% വിപണിയുടെ വ്യാപാര കരാറ നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. സകല ആളുകളും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ദീർഘവീക്ഷണമുള്ള മറ്റൊരു ഭരണാധികാരി ലോകത്തുണ്ടോ? 2047 ഭാരതത്തെ വികസിത ഭാരതമാക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല എന്നുള്ളത് ഇത്തരം നീക്കങ്ങളിലൂടെ ലോകം തന്നെ അത് അംഗീകരിച്ചോണ്ടിരിക്കല്ലേ? ലോകം തന്നെ നരേന്ദ്രമോദിക്ക് വേണ്ടി കൈയടിച്ചോണ്ടിരിക്കുകയല്ലേ? ഈ കാലഘട്ടത്തെ മോദി യുഗം എന്ന് ലോകം തന്നെ വിശേഷിപ്പിക്കും. നമ്മുടെ ഭാരതം മാത്രമല്ല, ലോകം തന്നെ. ഇതൊന്നും വെറുതെ പറയല്ല. എന്തായിരുന്നു ലോക പോലീസ് ചമഞ്ഞ് നടക്കുന്ന അമേരിക്കയുടെ വിരട്ടല്? എന്തൊക്കെ വിരട്ടലുകള് നമ്മുടെ ലോകത്ത് ഇന്ന് നടന്നു കഴിഞ്ഞോ? ലോകത്ത് എന്തൊക്കെ ഗതി തന്നെ മാറ്റിയേ? ആരായി ഗതി മാറ്റലിന് തുടക്കം കുറിച്ചിട്ടുള്ളത്? അത് നരേന്ദ്രമോദിയല്ലേ? അമേരിക്ക രംഗത്തെത്തുന്നു, ഓരോ രാജ്യത്തിനെതിരെയും തോന്നിയതുപോലെ താരിഫ് ഏർപ്പെടുത്തുന്നു. ഓരോ രീതിയിൽ ഈ ട്രംപിന്റെ ഓരോ തരത്തിലുള്ള വെപ്രാളത്തിൽ തോന്നിയതുപോലെ അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഭാരതത്തിനെതിരെ താരിഫ് ഏർപ്പെടുത്തി. അന്ന് കണ്ടതാ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നരേന്ദ്രമോദി എന്താണ് എന്നുള്ളത് ലോകം തന്നെ അങ്ങ് ഉറ്റുനോക്കിയതാ. അമേരിക്ക എല്ലാവരെയും ഞെട്ടിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ചോ, നമ്മുടെ രാജ്യത്തേക്ക് തീരുവ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. നമ്മൾ അതിനെ മൈൻഡ് വെച്ചില്ല. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ ലോകമുറ്റുനോക്കി. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോയി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി. ഈ നീക്കങ്ങളിലൂടെ തന്നെ ലോകം അത് വാപൊളിച്ചുകൊണ്ട് നോക്കി നിന്നു എന്നുള്ളത്. അതായത് കൃത്യമായിട്ട് ഭാരതം അമേരിക്കയുടെ തിട്ടൂരങ്ങളെ മറികടക്കുന്ന ആ സുന്ദരമായ കാഴ്ച ലോകം പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടു. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള കാനഡ പോലും നരേന്ദ്രമോദിയെ കണ്ട് അമേരിക്കയെ ഞെട്ടിക്കൽ തുടങ്ങിയില്ലേ? ചൈനയുമായിട്ട് കാനഡ പോലും കരാറിലേക്ക് എത്താൻ പോകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് നിങ്ങളൊക്കെ കണ്ടില്ലേ? എന്തിനേറെ പറയുന്നു, യൂറോപ്യൻ യൂണിയൻ ഭാരതവുമായിട്ട് വിശ്വസ്ത സുഹൃത്താണ് ഇന്ത്യ എന്ന പ്രഖ്യാപനം യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചില്ലേ? യൂറോപ്പ് പോലും അമേരിക്കക്കെതിരെ തിരിഞ്ഞോ? എന്നിട്ട് ആരുടെ അടുത്തേക്ക്? ഭാരതത്തിന്റെ അടുത്തേക്ക്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ രാജ്യവും റഷ്യയുമായിട്ടുള്ള ബന്ധം കാരണമാണ്
യൂറോപ്പും നമ്മളുമായിട്ട് വലിയ ബന്ധത്തിലേക്ക് എത്താതിരുന്നത്? എന്നാൽ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ നമ്മുടെ രാജ്യവുമായിട്ട് വലിയ കരാറിലേക്ക് എത്താൻ പോകുന്നു. ഒരേ സമയം നമ്മുടെ ഭാരതം റഷ്യയുമായിട്ടും വലിയ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്നു. സുരക്ഷാ മേഖലയിൽ ഉൾപ്പെടെ വലിയ ബന്ധത്തിൽ റഷ്യയും നമ്മുടെ ഭാരതവും മുന്നോട്ട് പോകുന്നു. അതേ സമയത്ത് തന്നെ യൂറോപ്യൻ യൂണിയൻ 27 രാജ്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയനാണ് നമ്മുടെ ഭാരതവുമായിട്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറിലേക്ക് എത്തുന്നത്. മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മോദിക്ക് അതറിയില്ല, മോദിക്ക് ഇതറിയില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ എന്ത് പറയുന്നു? ലോകം തന്നെ മോദിയിലാണ് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളത്. ഭാരതം വ്യാപാര കരാർ വ്യാപാരത്തിന്റെ അമ്മയാണ് എന്ന് നരേന്ദ്രമോദിയുടെ കാലത്താണ് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിക്കുന്നത്. യൂറോപ്പ് പോലെയുള്ള യൂറോപ്യൻ യൂണിയനാ നമ്മുടെ രാജ്യത്തെ ഇത്രത്തോളം ഉയർത്തിയിട്ട് പ്രഖ്യാപിക്കുന്നത്. അമേരിക്കക്ക് പുല്ലുവിലയാണ് ഇപ്പോ ഈ ഡൊണാൾഡ് ട്രംപ് വെറി പൂണ്ട് നടക്കുക. ഡൊണാൾഡ് ട്രംപിന് നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന ഒരു കാലത്തായിരുന്നു നമുക്കെതിരെ തിട്ടൂരം ഈ പറയുന്ന അമേരിക്ക ഇറക്കിയത് എങ്കിൽ നമ്മുടെ രാജ്യം അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം തകർന്നു പോകായിരുന്നു. കോൺഗ്രസ് ഭരിക്കായിരുന്നെങ്കിൽ. പിന്നെ കോൺഗ്രസിന് അത്തരം ഒരു ശീലമല്ല. എന്തായിരുന്നു അമേരിക്ക പറഞ്ഞത് അതിനനുസരിച്ച് മാത്രമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നമുക്കതറിയാമല്ലോ. ഈ അടുത്തല്ലേ ഈ പറയുന്ന പി ചിദംബരം തന്നെ അവരുടെ ആഭ്യന്തരമന്ത്രി, അവരുടെ ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് മുംബൈ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് നടന്ന സമയത്ത് അമേരിക്കൻ, അതായത് US സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ ഞങ്ങളുടെ അടുത്ത് വന്നു. അമേരിക്കയുടെ ഇടപെടൽ കാരണമാണ് മുംബൈ ഭീകരാക്രമണം 155-ലധികം ആളുകൾ നമ്മുടെ ഭാരത പൗരന്മാർ കൊല്ലപ്പെട്ട വിഷയത്തില് പാകിസ്ഥാനെ തിരിച്ചടിക്കാത്തത് എന്ന് പി ചിദംബരം ഈ അടുത്താണ് നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ അമേരിക്കയുടെ അടിമ ആ ഒരു, അതായത് പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്രത്തോളം ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയാണ് എന്ന് ലോകം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക, ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. ട്രംപിന്റെ മണ്ടക്ക് തന്നെയാണ്, അതായത് ലോകത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക്, അതായത് ലോകത്തിന്റെ ഘടന പോലും മാറിയില്ലേ. അമേരിക്കയുമായി നമ്മുടെ രാജ്യത്തിനെതിരെ ഒന്ന് തിരിഞ്ഞതേ അമേരിക്കക്കും ട്രംപിനും ഓർമ്മയുള്ളൂ. അതായത് അമേരിക്കയെ മാറ്റി നിർത്തി മറ്റൊരു ലോകം തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പണിതത് നിങ്ങൾ കണ്ടില്ലേ. യൂറോപ്യൻ യൂണിയനെ നമ്മൾ അടുപ്പിക്കുന്നു, റഷ്യയെ നമ്മൾ അടുപ്പിക്കുന്നു, ഗൾഫ് രാജ്യങ്ങളെ നമ്മൾ അടുപ്പിക്കുന്നു, UAE പ്രസിഡന്റ് ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് പറന്നെത്തിയത് നിങ്ങൾ കണ്ടില്ലേ. അമേരിക്കയും സൗദിയുമായിട്ടുള്ള ബന്ധത്തിലാ UAEയുടെ പ്രതീക്ഷ നമ്മുടെ ഭാരതത്തെ, നമ്മുടെ പ്രധാനമന്ത്രിയെ, യൂറോപ്യൻ യൂണിയന്റെ പ്രതീക്ഷ നമ്മുടെ ഭാരതത്തെ, റഷ്യയുടെ പ്രതീക്ഷ നമ്മുടെ നരേന്ദ്രമോദി. കാലം തന്നെ മാറിയിരിക്കുന്നു. മോദി യുഗം എന്ന് ഈ കാലഘട്ടത്തെ ലോകം തന്നെ വിളിക്കുന്നതിലേക്ക് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എത്തിച്ചിരിക്കുന്നു. ഓരോ ഭാരതീയനും അഭിമാനിക്കാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാവ് തന്നെയാണ് എന്ന്.